ബമ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ചുമ്മാ പൊളി ചീത്ത പൊളി പടം മസ്റ്റ് വാച്ച് പോയി കാണു തിയേറ്ററിൽ അടുക്കേറിക്കാണ് തുടക്കം തൊട്ട് അവസാനം വരെ. ഇതിങ്ങനെ നിൽക്കാം മലയാളത്തിലൊരു പടം. ആക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ആക്ഷനൊക്കെ ആക്ഷൻ അയ്യോ ആക്ഷന്റെ സാറ് ഇവിടെ ഉണ്ട് എന്നുവെച്ചാ നെക്സ്റ്റ് ലെവൽ. ക്യാമറ ആണെങ്കിലും എല്ലാം എന്നുവെച്ചാ ഇങ്ങനത്തെ ഒരു പടം ഇല്ല. ഇതൊരു വൻ സാധനം നെക്സ്റ്റ് ലെവൽ പൊളി. കണ്ടോക്ക്, വേറെ ഒന്നുമില്ല, ഇനി പോയി ചെന്ന് കണ്ടോക്ക്, അപ്പൊ മനസ്സിലാവും. പടം നൈസ് പടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേറെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ്യൂം റെസ്ലിംഗ് കണ്ടിട്ടില്ലേ, അത് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നേക്കണേ. പിന്നെ വാൾട്ടറിന്റെ എൻട്രി അത് മസ്റ്റ് വാച്ച്. വാൾട്ടർ ആരാണ് എന്താണെന്ന് ലാസ്റ്റാണ് അറിയാൻ പറ്റുള്ളൂ. ക്ലൈമാക്സിൽ പൊളി എന്ന് പറഞ്ഞാൽ വൻ പൊളി. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ പൊളിക്കാം. 65 വയസ്സായാളാ, പക്ഷെ ഇത് കണ്ടപ്പോഴേ ചെറുപ്പക്കാരനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ തൃശ്ശൂരിനെ തന്നെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ കാണുമ്പോൾ എല്ലാവരും കാണാമല്ലോ. എനിക്ക് എന്നുള്ള പറഞ്ഞാൽ ഞാൻ 65 വയസ്സായാളാ, പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ കാണുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ പോലെ. കാരണം ഒരു സ്റ്റണ്ട് വിടി എല്ലാം കൊണ്ടും ഒരു ന്യൂ ജനറേഷൻ സിനിമ. ഒരു പക്ക മാസ് എൻ്റർടൈനറാണ്. റോഷൽ മാത്യു ആയാലും അർജുൻ ആശായാലും അവർക്കും മാസ് ടോൾ ചെയ്യാൻ വേണ്ടി തെളിയിച്ചു. മേക്കിംഗ് ഉഗ്രനാണ്. ഒരു ലാഗ് അങ്ങനെയൊന്നുമില്ല. പക്ക എൻ്റർടൈനറാണ്. ഒരു WWE സ്റ്റൈൽ ഇതുവരെ കാണാത്ത ട്രീറ്റ്മെൻറ്റാണ്. എല്ലാം കൊണ്ട് നല്ലൊരു എൻ്റർടൈനർ. ഫോട്ടോ വെച്ച് മറ്റാൻ ചെയ്യും. ആ പിള്ളേർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തടിയൻ റോളേജ് ചെയ്ത ആളെ നന്നായിട്ട്. എല്ലാം കൊണ്ടും ഒരു നല്ല ഉഗ്രം പടം. 2024 ആയിരത്തി 100 കോടി പടമായി. ഫാമിലിക്ക് കാണാൻ പറ്റിയ പടമാണോ? ഫാമിലി കാണാൻ പറ്റും, എല്ലാവർക്കും കാണാൻ. അങ്ങനെ വൾഗാരിറ്റിയൊന്നുമില്ല. വയലൻസ് ഉണ്ടെങ്കിലും അത് ആക്ഷൻ കോമഡി പടമാണ്. സത്താം പച്ച കിടിലം പടമാണ്. നല്ല അടിപൊളി മേക്കിംഗ്, അടിപൊളി സ്ക്രിപ്റ്റ്, അടിപൊളി സ്റ്റണ്ട്, മ്യൂസിക്, BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം കൂടെ കൂട്ടി കിടിലം പടമാണ്. വിൻറ്റേജ് ഹിറ്റ്, ന്യൂജൻ ഹിറ്റ്, ഒരു ബമ്പർ ഹിറ്റ്, സൂപ്പർ ഹിറ്റ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ചെറിയ വേഷം എനിക്ക് കിട്ടിയിട്ടുണ്ട്, വലിയ വേഷമായിട്ട് കാണുന്നുണ്ട്. ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. കിടിലം പൊളി സാധനം. എയറിൽ പറക്കുന്നത് ആരുടെ പേരാണോ ആ എയറിൽ പറക്കുന്ന ആൾ തന്നെയാണ് ക്യാമിയോയിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. ബമ്പർ ഹിറ്റ്, ബ്ലോക്ക് ബസ്റ്റർ, ക്ലൈമാക്സ് പൊളി. ആ എയറിൽ പറക്കുന്ന ആൾ തന്നെ കേട്ടോ. കിടിലം. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, ഒന്നും നോക്കാനില്ല. പൊളി സാധനം. ഇന്ന് വരെ അർജുൻ അശോകന്റെ റോഷന്റെ കരിയറിൽ കിട്ടാത്ത അടിപൊളി സാധനം. കിടിലം ഫൈറ്റ്. ധൈര്യമായിട്ട് ടിക്കറ്റ്.